ഇസ്ലാം ഒരു അബ്രാഹമിക മതമാണോ? അല്ല എന്നതാണ് ഏറ്റവും ചെറിയ ഉത്തരം. ക്രിസ്ത്യൻ യഹൂദ വിശ്വാസമനുസരിച്ച് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. ആദവും ഹവ്വയും പാപം ചെയ്തു. അങ്ങനെ അവർ ഭൂമിയിലെ ഏദൻ തോട്ടത്തിന് വെളിയിലായി. ആ പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അയക്കും എന്ന വാഗ്ദാനം ചെയ്തു. ഇനി ഈ പുത്രനെ മനുഷ്യ ശരീരത്തിൽ ജനിപ്പിക്കാൻ ദൈവം എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം. ദൈവം അബ്രഹാം എന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തു. അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നു. സാറയിൽ നിന്ന് ജനിച്ച ഇസഹാക്കും ഹാഗറിൽ നിന്ന് ജനിച്ച ഇസ്മായേലും. ഇസഹാക്കിൽ നിന്നാണ് യഹൂദർ ഉണ്ടാകുന്നത്. ഈ ദൈവജനമായ യഹൂദരിൽ നിന്നാണ് പരിശുദ്ധ കന്യക മറിയത്തെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ദൈവപുത്രനായ യേശു ജനിക്കുന്നത്. ദൈവം എത്ര കരുതലോടെയാണ് കാലങ്ങൾ കാത്തിരുന്ന് അത് ചെയ്തതെന്ന് നോക്കൂ. യേശുവിൽ നിന്ന് ക്രിസ്തുമതം ഉണ്ടാകുന്നു. യഹൂദമതത്തിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തുമതം. എല്ലാ ജാതികൾക്കും സ്വീകരിക്കാൻ പറ്റിയിരുന്ന ആദ്യത്തെ മതം ക്രിസ്തുമതമായിരുന്നു. അതിനു മുമ്പ് ഓരോ ഗോത്രത്തിനും ഓരോ ദൈവമുണ്ടായിരുന്നു. ആ ഗോത്രത്തിന് വെളിയിലുള്ള ആർക്കും ആ ദൈവത്തെ സ്വീകരിക്കാൻ കഴിയുകയുമില്ല. ഓരോ ദൈവവും അതാത് ഗോത്രത്തിൻ്റെത് മാത്രമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് ഓരോ കുടുംബങ്ങൾക്കും പോലും ഓരോ കുലദൈവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ജാതികളിലും എല്ലാ മനുഷ്യരിലും ആദ്യം ഇറങ്ങിച്ചെന്നത് ക്രിസ്തുമതമാണ്. ദൈവത്തിന് എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്ന് പഠിപ്പിച്ചതും ക്രിസ്തുമതമാണ്. നോർത്ത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷനറിമാരെ കുറ്റപ്പെടുത്തുന്നത് അവർ മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ചില ക്രൈസ്തവ ചെറുപ്പക്കാരും ഇതേ അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ക്രിസ്തുമതം കൊണ്ടുവന്ന കൺവേർഷൻ എന്ന് പറയുന്നത് അന്നൊരു റെവല്യൂഷണറി ഐഡിയ ആയിരുന്നു. ദൈവം ഒരു പ്രത്യേക ഗോത്രത്തിന്റെ മാത്രം സ്വന്തമല്ല, ദൈവം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് എന്നൊരു വലിയ ആശയം അതിലുണ്ടായിരുന്നു. സത്യദൈവത്തെ അറിയുക എന്നത് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് എന്ന് അംഗീകരിക്കുന്ന ഒന്നായിരുന്നു ഈ കൺവേർഷൻ എന്ന ആശയം. പിന്നീടാണ് അത് മറ്റു മതങ്ങൾ ഏറ്റെടുത്തത്. ചില മതങ്ങൾ വാളുപയോഗിച്ച് മതം മാറ്റം നടത്തി തുടങ്ങിയപ്പോൾ മുതലാണ് അതൊരു മോശം കാര്യമാണ് എന്നൊരു ചിന്ത മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടായത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്മായിലിന്റെ പിന്മുറക്കാരാണ് അറബികൾ എന്നാണ്. അവരുടെ ഇടയിലേക്ക് ദൈവം അയച്ച പ്രവാചകനാണ് മുഹമ്മദ് എന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് തെറ്റാണ്. കാരണം ബൈബിൾ അനുസരിച്ച് ഇസ്മായിൽ വിവാഹം കഴിക്കുന്നത് ഈജിപ്തുകാരിയായ ഒരു സ്ത്രീയെയാണ്. അറബി ദേശത്തേക്ക് ഇസ്മായിലോ ഇസ്മായിലിന്റെ അമ്മ ഹാഗാറോ പോയിട്ടേയില്ല. ഇസ്മായിലിനെ മുസ്ലിങ്ങൾ വിളിക്കുന്നത് അറബികളുടെ പിതാവ് എന്നാണ്. എന്നാൽ ഇസ്മായിൽ ഒരിക്കലും അറബികളുടെ പിതാവാകില്ല. കാരണം അവരുടെ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, ഇസ്മായിൽ അറബി പഠിച്ചത് ജുർഹും എന്ന ഒരു ഗോത്രത്തിൽ നിന്നാണെന്ന്. എന്നിട്ട് ആ ഗോത്രത്തിലുള്ള ഒരു സ്ത്രീയെ തന്നെ ഇസ്മായിൽ വിവാഹം ചെയ്തു എന്നും ആ ഹദീസിൽ പറയുന്നുണ്ട്. ഇസ്മായിൽ ആരിൽ നിന്നെങ്കിലും അറബി പഠിക്കണമെങ്കിൽ അതിനർത്ഥം ഇസ്മായിലിന് മുൻപേ അറബികൾ ഉണ്ടെന്നല്ലേ? അങ്ങനെയെങ്കിൽ ഇസ്മായിൽ എങ്ങനെ അറബികളുടെ പിതാവാകും? മുസ്ലിമുകളുടെ വിശ്വാസമനുസരിച്ച് ഇതെല്ലാം നടക്കുന്നത് ഇന്നത്തെ സൗദി അറേബ്യയിലെ ഭാഗങ്ങളിലാണ് കേട്ടോ. എന്നാൽ ബൈബിൾ അനുസരിച്ച് ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തോട്ട് ഇസ്മായിലോ അവൻ്റെ അമ്മയോ പോയിട്ടില്ല എന്നതാണ് സത്യം. ഇസ്മായിൽ വിവാഹം കഴിച്ചത് ഈജിപ്തുകാരിയായ സ്ത്രീയെയാണ്, അല്ലാതെ ഒരു അറബി സ്ത്രീയെ അല്ല. ഇസ്മായിൽ അറബികളുടെ പിതാവല്ല എന്ന് അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ തെളിയിച്ചില്ലേ? അതുകൊണ്ട് മുഹമ്മദിന് അബ്രാഹുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അബ്രാഹിമിക മതമല്ല. ഇത് മുസ്ലിങ്ങളുടെ മാത്രം അവകാശവാദമാണ്. യഹൂദരോ ക്രിസ്ത്യാനികളോ അത് അംഗീകരിക്കുന്നില്ല. നിർഭാഗ്യവശാൽ ഇന്നും നമ്മുടെ പല പള്ളികളിലും പഠിപ്പിക്കുന്നത് മുസ്ലിമുകൾ ഇസ്മായിലിന്റെ പരമ്പരയിൽപ്പെട്ടവരാണെന്നാണ്. അവർ പറയുന്ന ഒരു കള്ളം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളും ഏറ്റുപിടിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും അംഗീകരിക്കണമെങ്കിൽ അവൻ പ്രവാചകന്മാരുടെ പരമ്പരയിൽപ്പെട്ടവനാണെന്ന് തെളിയിക്കണം. മറ്റു പ്രവാചകന്മാരെല്ലാം യഹൂദരാണ്, എന്നാൽ മുഹമ്മദ് ഒരു അറബിയും. അതുകൊണ്ട് അബ്രഹാമുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്മായിലിന്റെ കഥ കൊണ്ടുവരുന്നത്. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അബ്രഹാം മുതൽ യേശു വരെയുള്ള ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തെളിവും മുഹമ്മദിന് കാണിക്കാനില്ല. മുസ്ലിങ്ങളുടെ പ്രധാന പുസ്തകമാണ് ഖുർആൻ.
ബൈബിൾ ദൈവത്താൽ പ്രേരിതരായി മനുഷ്യരെഴുതപ്പെട്ട ഗ്രന്ഥമാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുമ്പോൾ, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അള്ളാഹു നേരിട്ട് ഇറക്കിക്കൊടുത്ത, ഒരിക്കലും മാറ്റപ്പെടാത്ത, ഈ പ്രപഞ്ച സൃഷ്ടിക്കു മുൻപേ എഴുതപ്പെട്ട അള്ളാഹുവിൻ്റെ വാക്കുകളാണ് ഖുറാനിലുള്ളത് എന്നാണ്. ഇത് മുഹമ്മദിന് ജിബ്രീൽ മാലാഖ വഴിയാണ് അള്ളാഹു ഇറക്കിക്കൊടുത്തതെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ 6236 വാക്യങ്ങളുണ്ട്. ഈ വാക്യങ്ങളെ ആയത്തുകൾ എന്നാണ് പറയുന്നത്. ഇനി ഖുറാൻ മാത്രം വായിച്ചു എന്ന് പറഞ്ഞ ആർക്കും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. കാരണം ഈ ആയത്തുകൾ ഒന്നും ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, അത് എഴുതാനുണ്ടായ സന്ദർഭം മനസ്സിലാക്കണമെങ്കിൽ ഹദീസുകളുടെയും തഫ്സീറുകളുടെയും സഹായം വേണം. മുഹമ്മദ് ചെയ്ത കാര്യങ്ങളാണ് ഹദീസുകളിൽ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഖുറാൻ വ്യാഖ്യാനങ്ങളെയാണ് തഫ്സീറുകൾ എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും വൈദികരോ ഹൈന്ദവ പുരോഹിതരോ ഞാൻ ഖുറാൻ എല്ലാം വായിച്ചു മനസ്സിലാക്കി, അതിൽ സമാധാനം മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ്. കാരണം ഹദീസുകളുടെ സഹായമില്ലാതെ ഖുറാൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ക്രിസ്ത്യാനികളും യഹൂദരും ആരാധിക്കുന്ന അതേ ദൈവം തന്നെയാണോ അള്ളാഹു? അല്ല എന്നതാണ് ശരിയായ ഉത്തരം. ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണ്. ശരിക്കും യഹോവ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരല്ല, ഞാൻ ആകുന്നവൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. കാരണം ദൈവത്തിൻ്റെ പേരറിയാനോ അത് വിളിക്കാനോ നാം യോഗ്യരല്ല. ഈ യഹോവ എന്ന പേര് പോലും പണ്ട് യഹൂദർ ഓരോ പ്രാവശ്യം എഴുതുമ്പോൾ ആ ഓരോ പ്രാവശ്യവും പോയി കുളിച്ചിട്ട് ശുദ്ധിയായിട്ടാണ് എഴുതാറുള്ളത്. അത്രയ്ക്ക് പരിശുദ്ധമായിട്ടാണ് അവർ ആ പേരിനെ കണ്ടിരുന്നത്. ഇനി അള്ളാഹു ആരാണെന്ന് നമുക്ക് നോക്കാം. മുഹമ്മദിന്റെ ഗോത്രക്കാർ ആരാധിച്ചിരുന്ന 360 ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമാണ് അള്ളാഹു. ഈ അള്ളാഹുവിന് ലാത്ത, മനാത്ത, ഉസ്സ എന്ന് 3 പുത്രിമാരുമുണ്ട്. അള്ളാഹു ഒരു ചന്ദ്രദേവനായിരുന്നു. അതുമാത്രമല്ല, അള്ളാഹുവിന് മാത്രം പെൺകുട്ടികളും അറബികൾക്കാണെങ്കിൽ ആൺമക്കളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ദുഃഖം പറയുന്ന ഒരു അള്ളാഹുവിനെ ഖുറാനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മുസ്ലിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ അള്ളാഹു ആണ് ഇങ്ങനെ കുട്ടികളെ പോലെ കംപ്ലൈൻറ്റ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇതൊക്കെ ഒരു ദൈവമാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അള്ളാഹു അല്ല ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും ദൈവമായ യഹോവ. ഇത് ഞാൻ സിമ്പിളായിട്ട് തെളിയിച്ചു തരാം. മുഹമ്മദിനെ ആദ്യമായിട്ട് ജിബ്രീൽ മാലാഖ സന്ദർശിക്കുന്നത് മുഹമ്മദിൻ്റെ 40ാമത്തെ വയസ്സിലാണ്. അതിനർത്ഥം 40ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നതെന്നാണ്. അതായത് അതിനു മുൻപ് ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് മുഹമ്മദിന് അറിയില്ല. ഇതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി മുഹമ്മദിൻ്റെ അച്ഛൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്ന വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ ഭൃത്യൻ എന്നാണ്. അതായത് മുസ്ലിങ്ങളുടെ വിശ്വാസമനുസരിച്ച് 40ാമത്തെ വയസ്സിൽ മാത്രം അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ മുഹമ്മദിൻ്റെ അച്ഛൻ്റെ പേര് എങ്ങനെ അള്ളാഹുവിൻ്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുള്ള എന്നായി? അതിനർത്ഥം മുഹമ്മദ് ജനിക്കുന്നതിന് മുൻപേ അള്ളാഹു എന്നൊരു ദൈവത്തെ അവൻ്റെ ഗോത്രക്കാർ ആരാധിച്ചിരുന്നു എന്നല്ലേ? മുഹമ്മദിൻ്റെ പൂർവികർ ബഹുദൈവ ആരാധകരായിരുന്നു. അന്ന് അറബികൾ ആരാധിച്ചിരുന്ന 360 ദൈവങ്ങളിൽ ഒരു ദൈവം മാത്രമാണ് അള്ളാഹു. ആ അള്ളാഹുവിന് 3 പുത്രിമാരുമുണ്ട്. അന്ന് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങളും ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ നിങ്ങൾ മുസ്ലിമുകൾ ഹജ്ജിന് പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർ അവിടെ വിഗ്രഹങ്ങളെ വലം വയ്ക്കുന്നത് പോലെ ഒരു കല്ലിനെ വലം വയ്ക്കുന്നു, മറ്റൊരു കല്ലിനെ ഉമ്മ വയ്ക്കുന്നു, മറ്റൊരിടത്ത് സാത്താനെ കല്ലെറിയുകയും ചെയ്യുന്നു. എല്ലാം കല്ലുമായി ബന്ധപ്പെട്ടതാണ്. വിമാനം പിടിച്ച് മക്കയിൽ ചെന്നൊരു കറുത്ത കല്ലിനെ ഉമ്മ വയ്ക്കാൻ പോകുന്നവരാണ് ഹൈന്ദവർ വിഗ്രഹാരാധകർ ആണെന്നും കത്തോലിക്കർ പള്ളിയിൽ പ്രതിമകൾ വയ്ക്കുന്നവർ ആണെന്നുമൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. അവർ ഈ ചുംബിക്കാൻ പോകുന്ന കറുത്ത കല്ല് സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അന്ത്യനാളിൽ ഈ കല്ലിന് കണ്ണും നാക്കുമൊക്കെ വരുമെന്നും അതിനെ ഉമ്മ വയ്ക്കുന്നവരെ അനുകൂലിച്ച് ആ കല്ല് സാക്ഷ്യം പറയുമെന്നും അവർ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല മുസ്ലിങ്ങളുടെ ദൈവമെങ്കിൽ ബൈബിളിലെ കഥാപാത്രങ്ങൾ എങ്ങനെ ഇസ്ലാമിൽ വന്നു? അത് അറിയണമെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം.
മുഹമ്മദിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മുഹമ്മദിൻ്റെ അമ്മയും അച്ഛനും മരിച്ചു. മുഹമ്മദ് അവൻ്റെ അമ്മാവൻ്റെ കൂടെയാണ് കഴിഞ്ഞിരുന്നത്. പിന്നീട് മുഹമ്മദ് തൻ്റെ യജമാനത്തിയായിരുന്ന ഖദീജയെ വിവാഹം കഴിച്ചു. ഖദീജയുടെ മൂന്നാമത്തെ വിവാഹമായിരുന്നു അത്. അവൾ ഒരു കച്ചവടക്കാരിയായിരുന്നു. ഖദീജ മുഹമ്മദിനേക്കാൾ 15 വയസ്സ് മൂത്തതായിരുന്നു. ഈ ഖദീജയ്ക്ക് വരാക്ക എന്നൊരു കസിൻ ഉണ്ടായിരുന്നു. ഈ വരാക്ക ആയിരുന്നു മുഹമ്മദിന് ക്രിസ്ത്യൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തത്. വരാക്ക ശരിക്കും നസറ എന്ന ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും നസറ എന്ന് പറയുന്നത് യഹോവ സാക്ഷികളെ പോലെ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് അതിനെ ഒരു ക്രിസ്ത്യൻ ഡിനോമിനേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ആദ്യകാലങ്ങളിൽ മുഹമ്മദ് ഒരു കച്ചവടക്കാരനായിരുന്നല്ലോ. അപ്പോൾ അവിടെ കച്ചവടത്തിന് വന്നിരുന്ന ക്രിസ്ത്യൻ യഹൂദ കച്ചവടക്കാരിൽ നിന്നും അവരുടെ മതപരമായ കഥകൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ഈ ചിതറിക്കിടക്കുന്ന അറബി ഗോത്രങ്ങളെ ഒരുമിപ്പിക്കുവാൻ വേണ്ടി ഖദീജ കണ്ടുപിടിച്ച ഒരു ബുദ്ധിയായിരുന്നു മുഹമ്മദിനെ ഒരു പ്രവാചകനാക്കുക എന്നത്. കാരണം ഈ പ്രവാചകന്മാർ എന്ന് പറയുന്നത് യഹൂദരുടെ ഇടയിൽ മാത്രമുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ക്രിസ്ത്യാനികളുടെയും യഹൂദരുടെയും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സാബിയൻസ്, സോറോ ആസ്ട്രിയാനിസം പോലുള്ള മറ്റു മതങ്ങളിൽ നിന്നും നോസ്റ്റിക് കൾട്ടുകളിൽ നിന്നും പലതും കോപ്പിയടിച്ചിട്ടാണ് ഇസ്ലാമിലെ പല കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും ബൈബിളിനേക്കാൾ കൂടുതൽ കോപ്പിയടിച്ചിരിക്കുന്നത് നോസ്റ്റിക് ഗോസ്പലുകളിൽ നിന്നും യഹൂദരുടെ നിയമപുസ്തകങ്ങളായ തൽമൂദിൽ നിന്നുമൊക്കെയാണ്. അതുകൊണ്ട് ബൈബിളിലെ ചില വ്യക്തികൾ ഇസ്ലാമിലുണ്ടെങ്കിലും അവരുടെ കഥകളൊന്നും ഒരുപോലെ അല്ല. 20-30% സാമ്യം മാത്രമേ ഈ കഥകളിൽ ഓരോന്നിനും കാണുകയുള്ളൂ. ഇതിനെ ന്യായീകരിക്കാൻ മുസ്ലിങ്ങൾ പറയുന്നത് ബൈബിളിലും തോറയിലും തെറ്റകപ്പെട്ടു എന്നാണ്. അതായത് ഇതെല്ലാം നടന്നു കഴിഞ്ഞ് 600 വർഷത്തിനു ശേഷം വന്ന ഒരു മതത്തിൻ്റെ അനുയായികൾ പറയുകയാണ്, അന്ന് എഴുതി വെച്ചതെല്ലാം തെറ്റാണ്, ഇനി പറയാൻ പോകുന്നതാണ് ശരിയെന്ന്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന് ഒരു നടന്ന സംഭവം 3 പേർ 3 പുസ്തകങ്ങളിൽ 3 കാലഘട്ടത്തിൽ ഇരുന്ന് എഴുതിയെന്നിരിക്കട്ടെ. ഇതിൽ ആദ്യത്തെ 2 പുസ്തകങ്ങളിൽ ആ സംഭവം വിവരിച്ചിരിക്കുന്നത് ഒരുപോലെയാണ്. ഇനി ഏറ്റവും അവസാനം എഴുതിയ 3ാമത്തെ പുസ്തകത്തിൽ ആ സംഭവം വിവരിച്ചിരിക്കുന്നത് ആദ്യത്തെ 2 പുസ്തകങ്ങളുമായി ഒരു സാമ്യവും ഇല്ലാത്ത രീതിയിലാണ്. അവിടെ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം കാണും, എന്നാൽ കഥ വ്യത്യാസമായിരിക്കും. അപ്പോൾ സാമാന്യ വിവരമുള്ള ഒരു മനുഷ്യന് മനസ്സിലാക്കിക്കൂടെ ഇതിൽ ഏത് പുസ്തകങ്ങളിൽ പറയുന്നതാണ് ശരിയെന്ന്? ഉദാഹരണത്തിന് മോശയുടെ കഥ എടുക്കുകയാണെങ്കിൽ യഹൂദരുടെ തോറയിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും അത് ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇസ്ലാമിൽ വരുമ്പോൾ മോശ മൂസാ നബി ആകുന്നു. അവിടെ മരണസമയമാവുമ്പോൾ മോശയുടെ അടുത്ത് അള്ളാഹു ഒരു മരണമലക്കിനെ അയക്കുകയും ആ മരണമലക്കിൻ്റെ കണ്ണടിച്ചു തെറിപ്പിക്കുന്ന ഒരു മോശയെ നിങ്ങൾക്കവിടെ കാണാം. അതുപോലെ മോശ കുളിക്കാൻ പോകുമ്പോൾ മോശയുടെ തുണിയും കൊണ്ടോടുന്ന ഒരു കല്ലിൻ്റെ കഥയും അതിലുണ്ട്. ഇതുപോലുള്ള പല തമാശകളും നിങ്ങൾക്കതിൽ കാണാം. എന്തിനേറെ പറയുന്നു, അബ്രഹാമിൻ്റെ അച്ഛൻ്റെ പേര് പോലും ഇസ്ലാമിന് എന്താണെന്ന് അറിയില്ല. ബൈബിളിലും തോറയിലും അബ്രഹാമിൻ്റെ അച്ഛൻ്റെ പേര് തേര എന്നാണ്. എന്നാൽ ഖുറാനിൽ വരുമ്പോൾ അബ്രഹാമിൻ്റെ പിതാവിൻ്റെ പേര് തന്നെ മാറി അത് അസർ എന്നാകുന്നു. അതുപോലെ തന്നെ കായേൽ ആബേലിനെ കൊന്നത് വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു പെണ്ണിന് വേണ്ടിയാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും പ്രവാചകന്മാരെയും വേദത്തെയും അപമാനിക്കലാണ്. അതുപോലെ യേശുവിൻ്റെ കഥ എടുക്കുകയാണെങ്കിൽ യേശുവിനെ കാലിത്തൊഴുത്തിലല്ല മാതാവ് പ്രസവിച്ചത്, ഒരു ഈന്തപ്പന ചുവട്ടിലാണ് പ്രസവിച്ചത്. പ്രസവവേദന കൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ മാതാവ് ഈന്തപ്പന കുലുക്കുന്ന കഥയൊക്കെ ഉണ്ട്. യേശുവിനെ പ്രസവിച്ച ഉടനെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ പിതാവ് ആരാണ് എന്ന് ഖുറാനിൽ പറയുന്നില്ല. ഇങ്ങനെ ബൈബിളിൽ നിന്ന് കോപ്പിയടിച്ചപ്പോൾ ചില തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഖുറാൻ പറയുന്നത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പിതാവിലും പുത്രനിലും മറിയത്തിലുമാണെന്നാണ്. അത് മറിയമല്ല, പരിശുദ്ധാത്മാവാണെന്ന കാര്യം അവരുടെ അള്ളാഹുവിന് അറിയില്ലായിരുന്നു. ഓർമ്മിക്കണം, ഇത് അവരുടെ അള്ളാഹു നേരിട്ടിറക്കിക്കൊടുത്ത ഒരു തെറ്റുമില്ലാത്ത എന്നവർ വിശ്വസിക്കുന്ന ഒരു പുസ്തകത്തിലാണ് ഈ ബ്ലെൻഡർ എന്നോർക്കണം.
അതുപോലെ തന്നെ യഹൂദർ എസ്ര ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യവും ഉണ്ട്. ചരിത്രത്തിലെവിടെയും യഹൂദർ എസ്ര ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പേരുകൾ കോപ്പിയടിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാനും മുഹമ്മദ് വിട്ടുപോയി. ബൈബിളിലെ കുറേ പ്രവാചകന്മാർ ഇസ്ലാമിലുമുണ്ട്. ഉദാഹരണത്തിന് ബൈബിളിലെ ഏലീശ പ്രവാചകൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആണെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഏലീശ എന്ന പേരിൻ്റെ അർത്ഥം യഹോവ എൻ്റെ ദൈവം എന്നാണ്, അല്ലാതെ അള്ളാഹു എന്നല്ല. ഇങ്ങനെ പേരുകളുടെ അർത്ഥം നോക്കാതെ കോപ്പിയടിച്ചപ്പോൾ ഇസ്ലാമിന് അബദ്ധം പറ്റിയ ധാരാളം ഉദാഹരണങ്ങൾ